വെൽക്കം ടു ചിത്ത വീട്ടി ലൈറ്റ്സ്. നിങ്ങൾക്ക് ഈ ഒരു എയർപോർട്ട് സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇത് ചാങ്കി എയർപോർട്ടാണ്. യെസ്, സിംഗപ്പൂർ എയർപോർട്ടാണിത്. ഇതൊരു ലക്ഷറി മോള് പോലെയാണ് അവര് ഇൻഡോ വാട്ടർഫാൾസ് ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. വിഷ്വലി ഭയങ്കര ഭംഗിയുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ഇത് ഫിൻസ് ബീച്ച് ക്ലബ്ബാണ് ബാലിയിലുള്ളത്. ഈ ഒരു വൈബും അതുപോലെ തന്നെ പക്ക ഗ്രാമീണ പശ്ചാത്തലവും സ്ട്രീറ്റ്സും ഒക്കെ ബാലിയിൽ ഒരുപോലെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. ബാലി ശരിക്കും ഒരു ടൂറിസ്റ്റ് ഫ്രണ്ട്ലി ഐലൻഡ് ആണ്. അതുകൊണ്ട് തന്നെ ആൽക്കഹോൾ അവിടെ ലീഗലി അവൈലബിൾ ആണ്. മിക്കവാറും എല്ലാ ചെറിയ കടകളിലും തന്നെ ആൽക്കഹോൾസ്, കോക്ടെയിൽ പോലുള്ളവ വളരെ ലഭ്യമാണ്. ബാലിയിൽ എനിക്ക് പോയപ്പോൾ അനുഭവപ്പെട്ട എന്താണെന്നറിയാമോ? ഒരു സൈഡ് തീർത്തും ഒരു സിറ്റി ലൈഫ് ആണെന്നുണ്ടെങ്കിൽ മറ്റൊരു വശം ശരിക്കും ഒരു ഗ്രാമീണ പശ്ചാത്തലമാണ്. ഇവിടെ ഏത് രീതിയിലുള്ള ഒരു വൈബാണോ നിങ്ങൾക്ക് വേണ്ടത് അത് ആക്ച്വലി ഇവിടെ അവൈലബിൾ ആണ് എന്നുള്ളതാണ് ബാലിയുടെ പ്രത്യേകത. പുറത്തെവിടേക്കെങ്കിലും പോയാലും നിറയെ ഫുഡ്സ് ട്രൈ ചെയ്യാന്നുള്ളത് ഏട്ടനൊരു ശീലമായതുകൊണ്ട് നമ്മൾ ഒരുപാട് ഫുഡ്സ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു ഭയങ്കര നോയ്സ് എന്നൊക്കെ ഈ ഒരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ ഒരു പ്ലേസ് മൊത്തം ഇവര് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഈ ഒരു ഗ്രീനറി. നോക്കുകയാണെങ്കിൽ ഇങ്ങനെ മഞ്ഞ് വീഴുന്നത് പോലെയുള്ള ഭംഗി നമുക്ക് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ബാലി സ്വിംഗ് ഉണ്ട്. അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം പേടിയൊക്കെ ഉള്ള ഒരാളാണ് ഞാൻ. അത്രയും താഴ്ചയുണ്ട് അതിന് താഴേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. വീഡിയോസിൽ എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഭംഗിയുള്ള കുറേ എക്സ്പീരിയൻസ് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ബാലി യാത്ര. അതിനുശേഷം ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് നിറയെ കുരങ്ങന്മാരൊക്കെയുള്ള ഒരു പാർക്കിലേക്കായിരുന്നു. അതും ഇതുപോലെ കുരങ്ങന്മാരെയൊക്കെ അടുത്ത് കാണാം, കയ്യിൽ ഭക്ഷണം വെച്ചിട്ട് അവരെയൊക്കെ വിളിക്കാം, ഫോട്ടോസ് എടുക്കാം. അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു റേറ്റ് ഒക്കെ ഈടാക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇങ്ങനെ അടുത്തൊക്കെ കാണുമ്പോൾ ഭയങ്കര കൗതുകമായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറേ നേരം നോക്കിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം അച്ഛൻ ഇപ്പം കുട്ടി, അച്ഛന്, അമ്മ അങ്ങനെ സെറ്റായിട്ട് ഫാമിലി ആയിട്ടൊക്കെയാണ് അവർ നടന്നു വരുന്നത്. അതും ഇതുപോലെ ഭയങ്കര ഗ്രീനറിയാണ്, മൊത്തം കാട്, ഭയങ്കര ഒരു ജംഗിൾ ഏരിയ ആണത്. അപ്പോൾ അതുപോലെ തന്നെ ഇത് പിന്നീട് നമ്മൾ അറ്റ്ലസ് ബാലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ആ ഒരു ഏരിയയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇത് ഒരു റെസ്റ്റോറൻറ്റ് പ്ലസ് അക്കോമഡേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. നമ്മൾ അവിടുന്ന് ഫുഡ് കഴിക്കുകയാണ് ചെയ്തത്, നമ്മളവിടെ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ ആ ഒരു സ്പേസും കാണാൻ ഭയങ്കര ഭംഗിയാണ്. ബാലിയിൽ ഒരു സിറ്റി ലൈഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്കൊരു ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സൈഡ് കൂടിയുണ്ട്. ഇതിലും നേരെ വിപരീതമാണ്. മലേഷ്യയിൽ ഒരു ലൗഡ് നോയ്സ് ആണ് എപ്പോഴും. അതുപോലെ ഒരു സിറ്റി ലൈഫാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് പെട്രോണസ് ടിൻ ടവർ ഈ വീഡിയോയിൽ കാണാൻ പറ്റും. പിന്നെ നമ്മളൊരു സൺറൈസ് കാണാനുള്ള ഒരു ശ്രമം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ആക്ച്വലി ഈ ഒരു മൂടൽമഞ്ഞൊക്കെ കാരണം നമുക്ക് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു വ്യൂ ഭയങ്കര അടിപൊളിയായിരുന്നു കേട്ടോ. ഞങ്ങൾ കുറേ നേരം എക്സ്പ്ലോർ ചെയ്തു. ഞങ്ങളുടെ കുറച്ച് ക്വാളിറ്റി ടൈം ഞങ്ങളിവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കുറേ സംസാരിച്ചു. അങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ യാത്രയായിരുന്നു ഇത്. ഭയങ്കര ഭംഗിയോടുകൂടി ഈ ഒരു 2 സ്ഥലങ്ങളും ഞങ്ങൾ കണ്ടു തീർത്തിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും ഒരു വ്ലോഗ് പർപ്പസിന് എടുത്ത ഒരു വീഡിയോ ആയിരുന്നില്ല. ഇത് ഞങ്ങളുടെ ആദ്യത്തെ യാത്രയുടെ കുറച്ച് മെമ്മറികൾ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ആ ഓർമ്മകളെല്ലാം ഹൃദയത്തിൽ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ചെറിയ വ്ലോഗാണിത്. അപ്പോൾ എന്തായാലും താങ്ക് യു.